അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് രണ്ടാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനാണവൻ, അൽ മൗത്ത മരണത്തെയും, വൽ ഹയാത്ത ജീവിതത്തെയും, ലിയബ്ലുവക്കും നിങ്ങളെ അവൻ പരീക്ഷിക്കാൻ വേണ്ടി, അയ്യുക്കും നിങ്ങളിൽ ആരാണ് അഹ്സൻ ഏറ്റവും നന്നായി അമല പ്രവർത്തിക്കുന്നത് എന്ന്. വഹുവ അവൻ അൽ അസീസ് അജയ്യനാണ്, അൽ ഗഫൂർ ഏറെ മാപ്പേകുന്നവനാണ്. സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നത് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ എന്നാണ്. ജീവിതത്തെയും മരണത്തെയും എന്ന് പറയാതെ ആദ്യം മരണത്തെ പറഞ്ഞ് പിന്നീട് ജീവിതത്തെയാണ് അല്ലാഹു പരാമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മൗത്ത് ഹയാത്തിൻ്റെ മുമ്പ് പരാമർശിച്ചത് എന്നതിന് വിവിധ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ആദ്യത്തെ അവസ്ഥ ജീവിതമല്ല, ഒന്നുമില്ലായ്മയാണ്. മനുഷ്യൻ മൃതമായ ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ജീവനിലേക്ക് വന്നത്. ആദ്യം മനുഷ്യൻ്റെ അഭാവമായിരുന്നു, പിന്നീട് അവൻ്റെ അസ്തിത്വമാണ് സംഭവിച്ചത്. സൂറത്തു ദഹ്റിൽ അതിൻ്റെ ആദ്യത്തിൽ തന്നെ പറയുന്നത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. താൻ പറയത്തക്ക ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? ആരും ചർച്ച ചെയ്യാത്ത, ആരാലും അറിയാത്ത ഒരു കാലത്തിന് ശേഷം മനുഷ്യന് ഹയാത്ത് ജീവിതം അല്ലാഹു നൽകി. മൃതമായ മൗത്തായ അവസ്ഥയിൽ നിന്ന് ഹയാത്തിൻ്റെ അവസ്ഥയിലേക്ക് അല്ലാഹു എത്തിച്ചു. അതാണ് മൗത്തിനെ മുന്തിക്കാൻ കാരണം. മനുഷ്യന് തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത നൽകാനാണ് ആദ്യം മരണത്തെ പറഞ്ഞത്. മരണം മുന്നിലുണ്ട് എന്ന ബോധം, ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മനുഷ്യനെ തെര്യപ്പെടുത്തും. അതിനാൽ മരണത്തെ ആദ്യം പറഞ്ഞു. ജീവിതം മനുഷ്യനെ വിനയത്തിലേക്കല്ല നയിക്കുക, അശ്രദ്ധയിലേക്കും ചിലപ്പോൾ അഹങ്കാരത്തിലേക്കുമാണ് നയിക്കുക. മരണമാവട്ടെ മനുഷ്യനെ വിനയാന്വിതനാക്കുന്നു. മരണം ഉറപ്പാണ് എന്ന തിരിച്ചറിവ് മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നു. അതിനാൽ ആദ്യം മരണത്തെ പറഞ്ഞു. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ഉണ്ടാവുക. പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് ആ പരീക്ഷണത്തെക്കുറിച്ച ഗൗരവപ്പെട്ട ചിന്തയാണ്. പരീക്ഷണമാണ് ജീവിതമെന്ന് തൊട്ടുടനെ അള്ളാഹു പറയുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ ഏറ്റവും ഗുണപ്പെടുക മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എന്നതിനാൽ മരണത്തെ മുന്തിച്ചു. മനുഷ്യനിൽ വിനയവും ജാഗ്രതയും ഉണ്ടാക്കാൻ വേണ്ടിയാണ് മരണത്തെ മുന്തിച്ചത്. മരണം ഒരു ശൂന്യതയല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. മരണം ഇല്ലായ്മയിലേക്കുള്ള യാത്രയല്ല. മരണമാകുന്ന അവസ്ഥയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് നാം ഉണ്ടായത്. ഉണ്ടായ ശേഷം ഇനിയും ജീവിതത്തിൽ ഓരോ വ്യക്തിയും മരണത്തെ നേരിടുമ്പോൾ അതും ഒരു ശൂന്യതയിലേക്കുള്ള യാത്രയോ അല്ല, മറ്റൊരു ഹയാത്തിലേക്കുള്ള ഒരു ഇടത്താവളമാണ്. അതിനാൽ മൗത്തിൽ നിന്നും ഹയാത്തിലേക്കും വീണ്ടും മൗത്തിലേക്കും അവിടെ നിന്ന് വീണ്ടും അറ്റമില്ലാത്ത ഹയാത്തിലേക്കും മനുഷ്യരെത്തുകയാണ് ചെയ്യുക. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിൽ വിജയിക്കാൻ, നന്മകൾ ചെയ്തുകൊണ്ട് ഭൂമിയിലെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ എന്തുകൊണ്ടും ആദ്യം മരണത്തെ തന്നെയാണ് പറയേണ്ടത് എന്നതിനാൽ അള്ളാഹു മരണത്തെ മുന്തിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.